പ്രിയപ്പെട്ട സഹോദരികളെ, ഡനഹാകാലത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്യ ജീവിതത്തിലേക്ക് സ്വയം പ്രത്യക്ഷനാകുന്ന, പ്രകാശമാനമാക്കി തീർക്കപ്പെടുന്ന രക്ഷകനായ മിശിഹായെക്കുറിച്ചുള്ള ധ്യാനമാണ് നമ്മുടെ മനസ്സിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അവിടെ ഇന്നത്തെ ധ്യാനത്തിൽ, ഇന്നത്തെ വചനചിന്തനത്തിൽ ഏറ്റവും കേന്ദ്ര മർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സുവിശേഷത്തെ സമറിയാക്കാരിയുള്ള സംഭാഷണത്തിൻ്റെ സമാപനത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെയാകുന്നു മിശിഹാ എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടം വരാത്ത വിധത്തിൽ കർത്താവ് പ്രഖ്യാപനം ചെയ്യുന്ന ഭാഗത്തിലാണ് നാം ഇന്ന് ഈ വിചിന്തനം നടത്തുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. അപ്പോൾ ഒരു വ്യക്തിബന്ധത്തിലേക്കും, നമുക്കറിയാം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രമോ തത്വസംഹിതയോ ഒന്നുമല്ല. പല ആളുകളും ചിന്തിക്കുന്ന പോലെ ഒരു മതമേ അല്ലത്. മതാനുഷ്ഠാനങ്ങൾ കൂമ്പാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അന്തസത്ത അതൊന്നുമല്ല. അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ജീവിക്കുന്ന മിശിഹായുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. അങ്ങനെ ബന്ധപ്പെടുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെ സഭ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് തീരുന്നത്. അങ്ങനെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഈ സഭയെയാണ്. അപ്പം അതുകൊണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മിശിഹായുള്ള ആത്മബന്ധമാണ്. അതുകൊണ്ടല്ലേ പലപ്പോഴും കർത്താവ് ചോദിക്കാനിടയായത് ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്. ഉത്തരം പറഞ്ഞെങ്കിലും കർത്താവ് പത്രോസിൻ്റെ ഉത്തരത്തിന് നല്ല സുന്ദരമായ സമ്മാനം നൽകുകയുണ്ടായി. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് പറയുമ്പോൾ ഇത് ജഡവും രക്തവുമൊന്നുമല്ല നിനക്ക് വെളിപ്പെടുത്തത്, സ്വർഗസ്നാൻ്റെ പിതാവാണെന്ന് പറഞ്ഞ ഭാവമൊക്കെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. അങ്ങോട്ട് കടന്നു വരുന്നത് എൻ്റെയേറെ ഘട്ടങ്ങളോട് കടന്നാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറയുന്ന ദൈവം തന്നെയാണ് മനുഷ്യാവതാരം ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ വായനകൾ വരുമ്പോഴേക്കും ആ ഓൾഡ് ടെസ്റ്റമെൻ്റിൻ്റെ പല ഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ കൂടി വിചിന്തന വിഷയമാക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുന്ദരമായ ഭാഗം യാക്കോബ് കണ്ടെത്തുന്നതാണ്. തൻ്റെ അമ്മ വീട്ടിൽ ചെന്നെത്തി നിൽക്കുന്ന, ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചേട്ടനെ ഭയന്ന് വീട്ടിൽ നിന്ന് അമ്മ പ്രേരണയാൽ ഇറങ്ങി ഓടിയതാണ്. ഓടിപ്പോയ വഴിക്കാണ് തളർന്നു കിടന്നപ്പോൾ ആ സ്വപ്നം കാണുകയും മാലാഖമാ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഗോപിണി എന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ ദർശനമുണ്ടാവുകയും നിൻ്റെ പിതാക്കന്മാർ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിനെ യാക്കോബിൻ്റെ ദൈവമാണ് ഞാനെന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കാര്യമൊക്കെ അതെല്ലാം കഴിഞ്ഞ് അങ്ങ് ചെന്നെത്തി നിൽക്കുകയാണ്. കൃത്യമായിട്ട് തൻ്റെ അമ്മ വീട്ടിൽ തന്നെ ചെന്നു. അത് കഴിഞ്ഞുള്ള ആ ഭാഗമാണ് നമുക്ക് എൻ്റെ ആദ്യത്തെ ഘട്ടം വെക്കട്ടെ. എന്തിനാ ഭാഗം തന്നിരിക്കുന്നത്? ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. നമുക്കും യാക്കോബിനെ പോലെ ഇത്രയധികമായി വേദനിച്ചിട്ടുള്ള ഒരു പിതാവിനെ ഒരുപക്ഷെ വേറെ ചരിത്രത്തിൽ കാണില്ല. ദാവീദ് വേദനിച്ചിട്ടുണ്ട്, എന്നാൽ യാക്കോബ് അതിനേക്കാൾ വേദനിച്ചിട്ടുണ്ട്. ഭയങ്കരമായ രീതിയിൽ 10-12 മക്കളുമായിട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഷെക്കേമിൽ ചെന്നുണ്ടായ അനുഭവം നമുക്കറിയാം. 49 അധ്യായം ഉൽപ്പത്തിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ ഓരോരുത്തരും വിളിച്ച് അനുഗ്രഹിക്കുന്ന ഭാവമൊക്കെ മനസ്സിൽ ഓർക്കുക. ആ യാക്കോബാണ് അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തിൽ ചെറുപ്പകാലത്ത് കല്യാണം കഴിക്കുന്നതിന് അമ്മ വീട്ടിൽ ചെല്ലുകയും അവിടെ ചെന്നതിൻ്റെ അമ്മയുടെ ആംഗ്ലയുടെ പുത്രിയായ റാഹേലിൻ്റെ അനുരക്തനാവുകയും അങ്ങനെ ചതിക്ക് പകരം ചതി എന്ന നിലയിൽ എന്നോണം ചേച്ചിയെ കല്യാണത്തിനായിട്ട് നടക്കുകയും അവസാനം അനിയത്തിക്ക് വേണ്ടി വീണ്ടും അധ്വാനിക്കുന്നതിനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അതൊക്കെ ചെയ്ത തെറ്റിനൊക്കെ പരിഹാരവും ശുദ്ധീകരണവും ഒക്കെയാണ്. പക്ഷേ അതിനിടയിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ട് നീ ഇനിമേലിൽ യാക്കോബായിരിക്കുകയില്ല, നീ ഇസ്രായേലായിരിക്കും, ദൈവത്തോട് മനുഷ്യരോട് യുദ്ധം ചെയ്ത് വിജയിച്ചവനെന്ന പേര് സ്വീകരിക്കുകയും അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന പേരാദ്യമായിട്ടുണ്ടാകുക ഈ ചരിത്രത്തിൽ ഇങ്ങനെയൊരു വംശം നിലനിൽക്കുകയും ചെയ്തപ്പോൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആത്മശക്തിയോടു കൂടി അന്നത്തെ രാത്രി ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ട് തന്നെ വിട്ടുപോയ ദൈവത്തിൻ്റെ ഇതിനെ പോകാൻ പറ്റില്ല, എന്നെ അനുഗ്രഹിച്ചിട്ട് പോകണമെന്ന് പറയുന്ന ആ ചിത്രം ഒന്ന് ഓർത്ത് നോക്കുകയും അവിടെയാണ് ആ പേരുമാറ്റം സംഭവിക്കുക, രൂപാന്തരീകരണം സംഭവിക്കുന്നത്. അവിടെയാണ് മാറ്റങ്ങളുണ്ടായി. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് യാക്കോബ് ലാബാൻ്റെ കിണറ്റരികിൽ ചെന്ന് നിൽക്കുന്നതാണ്. യാക്കോബിൻ്റെ കിണർ നമുക്കറിയാം. അന്നത്തെ ഘട്ടങ്ങളിലൊക്കെ കിണർ വളരെ വിലപിടിപ്പുള്ള സംഗതിയാണ്. വെള്ളമില്ല, മരുഭൂമി പ്രധാനമായ സ്ഥലമാണ്. അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജലം ഉണ്ടായിരിക്കണം. ജലക്ഷാമം വന്നാൽ പിന്നെ മരിച്ചു പോകും. നമുക്കറിയാം പല യുദ്ധങ്ങളിലൊക്കെ ജലക്ഷാമം, ജലത്തിൻ്റെ ആ വലിയ ക്ഷാമം ഉണ്ടാക്കിയതിന് ശേഷം യുദ്ധത്തിൽ കീഴടക്കുന്നു. അപ്പോൾ അതിന് ഇവിടെ അദ്ദേഹം അവിടെ ചെന്ന് നിൽക്കുക. അത് നോക്കി അത്ര മനോഹരമായിട്ടുള്ള ഭംഗിയാണ്. വളരെ ദീർഘമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ വായിച്ച് തീർക്കുകയാണ്. യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു. ഇപ്പോൾ എവിടെയാണ് കിഴക്കുള്ള ഏറ്റവും പറയുന്നത്? എവിടെയാണ്? നേരെ അറമായ ദേശത്തേക്ക് ചെന്നു എന്നായി പറയുന്നത്. അവിടെ
വയലിൽ ഒരു കിണർ കണ്ടു. അതിന് ചുറ്റും 3 ആട്ടിൻപറ്റങ്ങളും. ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു. ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റ് പക്കത്തുള്ള കല്ല് ഉരുട്ട് മാറ്റിയിട്ട് ആടുകൾക്ക് വെള്ളം കൊടുക്കുക. അത് കഴിഞ്ഞ് കല്ല് വെച്ച് മൂടി, കിണർ മൂടി വെക്കുകയും ചെയ്യും. ഇതാണ് ആദ്യഭാഗം കാണുന്ന സംഗതി. അവിടുത്തെ രീതി അന്നത്തെ. അപ്പോൾ അതിൻ്റെ ചില സാഹചര്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെ വില നമുക്ക് അറിയാൻ പാടില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ഉള്ളത് കൊണ്ടാണ്. വെള്ളം ഇല്ലാത്തൊരു സാഹചര്യം വരട്ടെ, അപ്പോൾ അറിയാം എന്താണ്. നമുക്ക് ഇവിടെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം. നമുക്ക് എവിടെയും കിട്ടുക വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റും. ഏത് കിണറ്റിലെ വെള്ളം വേണേൽ കോരി കുടിക്കാൻ പറ്റും. നമുക്ക് ശുദ്ധമായ ജലം കിട്ടും ഈ നാട്ടിൽ. പക്ഷേ യൂറോപ്പിലും മറ്റു സ്ഥലങ്ങളൊക്കെ ചെന്നാൽ പറ്റില്ല. നാട്ടിലെ വെള്ളമൊന്നും എടുത്ത് കുടിക്കാനൊന്നും പറ്റില്ല. കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ശുദ്ധി ചെയ്ത വെള്ളം മിനറൽ വാട്ടർ മാത്രമേ പറ്റുകയുള്ളൂ. വില കൊടുക്കണം. അപ്പോൾ വില കൊടുക്കാതെ ശുദ്ധജലം കിട്ടുന്ന നാടാണ് നമ്മുടെ ദൈവത്തിൻ്റെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറെ പല പ്രത്യേകതയുണ്ട് നമുക്ക്. 12 മാസവും സൂര്യനുള്ള രാജ്യം. മറ്റ് പല ആൾക്കാർക്ക് അതിശയമാണ്. നമ്മെ സംബന്ധിച്ച് അത് ഏറ്റവും എനിക്ക് നമുക്കുള്ളതിനെക്കുറിച്ചുള്ള അവബോധമില്ല. ദൈവം നൽകിയിരിക്കുന്ന നന്മയുടെ അവബോധമില്ല. 12 മാസവും സൂര്യൻ ലഭിക്കുക എന്ന് പറയുന്ന ജർമ്മൻകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ അതിശയിക്കുക ഭയങ്കരമായി. അവരൊരു പ്രത്യേക ഘട്ടങ്ങൾ വരെയും പൊതിഞ്ഞ് കിട്ടി നടന്നിട്ടാണ് ഈ പറഞ്ഞ വെളിച്ചം കിട്ടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. പലപ്പോഴും ആൾക്കാർ ഇവർ ചൂട് ശരീരത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം അല്പവസ്ത്രധാരിയായിട്ട് നടക്കും. അവരുടെ ഇമ്മോറലാണ്. അങ്ങനെയൊന്നുമല്ല. അവർ ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെയിലടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന ചൂടുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത്. പോട്ടെ, അതിൽ നമുക്ക് നേരെ കിടക്കാം യാക്കോബിലേക്ക്. യാക്കോബ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഹാറാനിൽ നിന്ന് അവർ മറുപടി പറഞ്ഞു. അവർ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമെന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവന് സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, അതെ. അവൻ പറഞ്ഞു, ഇതാ അവൻ്റെ മകൾ റാഖേൽ ആടുകളുമായിട്ട് വരും. ചോദിച്ചപ്പോൾ കൃത്യ ഉത്തരം കിട്ടി. അപ്പോൾ നാഹോറിൻ്റെ മകൻ ലാബാൻ. ഇപ്പം ലാബാൻ്റെ മകൾ ഇതാ ആടുമേയ്ക്കുന്ന പെണ്ണാ. അവൾ ആടുമായിട്ട് വരുന്നതെന്ന് പറയും. ഭയങ്കരമായിട്ട് വലിയൊരു കൂടിക്കാഴ്ചയാണ്. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആടുകളെ ആലയിലാക്കാൻ നേരവുമായിട്ടില്ല. അതുകൊണ്ട് ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് അവയെ കൊണ്ടുപോയി തീറ്റുക. അവർ പറഞ്ഞു, അങ്ങനെയല്ല. ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആളുകൾക്ക് വെള്ളം കൊടുക്കുക പതിവുള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഉടനെ തന്നെ അവർ അവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഖേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായിട്ട് വന്നു. അവളാണ് അവയെ മേയിച്ചിരുന്നത്. തൻ്റെ മാതൃ സഹോദരനായ ലാബാൻ്റെ മകൾ റാഖേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിട്ടിരുന്ന കല്ല് തന്നെത്താൻ ഉരുട്ടി മാറ്റി ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ആലോചിച്ച് നോക്കിയപ്പോൾ എന്താ ഊരായിരുന്നു ആ മനുഷ്യനും. മെലിഞ്ഞിരുന്നു എന്ന് നാം അറിയുന്നുവെങ്കിലും ശക്തനായ മനുഷ്യനായിരുന്നു. തന്നെത്താൻ കല്ലുരുട്ടി മാറ്റാൻ കഴിവുണ്ടായിരുന്നു ആളായും. പിന്നീട് അവന് റാഖേലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു. ആലോചിച്ച് നോക്കി. ആ രക്തബന്ധത്തിലുള്ള കണ്ടുമുട്ടി കഴിയുമ്പോൾ ഒരു സന്തോഷം തന്നെ കണ്ണുനീരായിട്ട് കരച്ചിലായിട്ട് മാറുക. നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അന്ന് റെബേക്കായും കൊണ്ട് പോയി, എലയാസർ വന്ന് റെബേക്കായെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ പോയി ഇസ്ഹാക്കിന് ഭാര്യയായിട്ട് കൊടുത്തതിന് ശേഷം അവരുണ്ടായ മക്കളിൽ രണ്ടാമത്തവനാണ് യാക്കോബ് എന്ന് പറയും. അപ്പോൾ എന്തേലും മൈലുകൾക്ക് അപ്പുറത്താണ് പോയതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ ദൂരങ്ങളിൽ പോയിരിക്കുന്ന ആളുകളുമായിട്ട് പിന്നീട് അതിൽ ബന്ധമില്ല. അപ്പോൾ ഈ ലാബാൻ എന്ന് പറയുന്ന ആൾ തന്നെ സഹോദരി അങ്ങ് കെട്ടിച്ച് അവിടെ അങ്ങ് വിട്ടതിന് ശേഷം എന്ത് സംഭവിച്ചതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ. നമുക്ക് ഇപ്പോഴല്ലേ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ എത്ര വളരെ ക്ലിയറായിട്ട് കിട്ടിയിരിക്കും. നമുക്കിപ്പോൾ എന്നാൽ ഇവിടെ നേരെ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ വേണമെങ്കിൽ തിരികെ ഒരു ദിവസം കൊണ്ട് വേണേൽ വരാം, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് വേണേൽ വരാം. അത്രയ്ക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ വളരെ സൗകര്യമായി തീർന്നില്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മറ്റു വിധത്തിലുണ്ടല്ലോ. നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ. വീഡിയോ കോളല്ലേ ഇപ്പം മുഴുവൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെന്തെല്ലാം സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടൊന്നും ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളെ അളക്കരുത്. ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ പണ്ടത്തെ കാര്യം ഓർത്താൽ മതി. ഈ 10-75 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ ഘട്ടങ്ങളുണ്ടല്ലോ. ഇവിടുന്ന് വിറ്റ് കുടിയേറി പോകുക എന്ന് പറഞ്ഞാൽ അങ്ങ് മലബാറിലും വാസ്തവത്തിൽ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ അന്ന് പോലും ആൾക്കാർ ധരിച്ചിരുന്നത് എന്നേക്കുമായിട്ട് പോയി പിന്നെ കാണാനേ പറ്റില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഹൈ റേഞ്ചിൻ്റെ മലയിടുക്കിലൂടെയൊക്കെ ആൾക്കാർ ഈ കാളവണ്ടിയിലൊന്ന് പോയിക്കൊണ്ടിരുന്നു ആലോചിച്ചു. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് പിന്നീട് ബന്ധമില്ല. അപ്പോൾ പിന്നെ അവരുടെ മക്കളൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ബന്ധപ്പെട്ടു, അയ്യോ ഞങ്ങൾ ഇവിടെ നിന്നാണല്ലോ പോയത്, ഞങ്ങളുടെ സഹോദരൻ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ അറിയാൻ തുടങ്ങിയത് നമ്മൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ്. അതിന് മുമ്പ് ആ പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കണക്ഷനൊന്നും ഇല്ല. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഈ കത്തങ്ങൾ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയാണെങ്കിൽ അന്ന് എന്തായിരുന്നായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ആ വലിയ സന്തോഷത്തിൽ സ്വന്തം അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ മകളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും
അതിഭയങ്കരമായി സന്തോഷിക്കാതിരിക്കുകയില്ല. അപ്പോൾ അത് കരഞ്ഞു ഉറക്കം നിലവിളിക്കുമെന്ന് പറയും, ഉറക്കെ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റെബേക്കായുടെ മകനുമാണ് യാക്കോബ് എന്ന് അവളോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന പിതാവിനെ ഇവരെ അറിയിച്ചു. അപ്പോൾ തൻ്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി. പക്ഷേ പണ്ടിങ്ങനെ എലയാസർ എന്ന പോലെ അല്ല, എലയാസർ എന്നിരിക്കുന്ന ധനവാനായിട്ട് ഇഷ്ടംപോലെ സ്വർണ്ണവും വെള്ളിയൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് അങ്ങ് ചെന്നിരുന്നത്. ഇപ്പം ഇവൻ വന്നിരിക്കുന്ന അഭയാർത്ഥിയായിട്ട് അവൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല. ഓടി. അപ്പോൾ അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം കുടുംബാംഗമായിട്ട് അംഗീകരിച്ചു. യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു. അപ്പം ലാബാൻ പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് നീ, അഥവാ എൻ്റെ അസ്ഥിയും മാംസമാണ് നീ. അപ്പോൾ 1 മാസം യാക്കോബിൻ്റെ കൂടെ. അപ്പോൾ നമുക്കറിയാം പിന്നീട് അവർ തമ്മിൽ ബന്ധം വഷളാകുന്നുണ്ട്. ആദ്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇതിൽ നമുക്കെന്താ ഭാഗം? ഒരു ഭാഗം മാത്രം എടുത്തു വെച്ചിരിക്കുന്നുള്ളൂ. യാക്കോബ് എന്ന് പറയുന്ന പിതാവിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഒരു ഘട്ടമാണിത് എന്നുള്ളത് നമുക്ക് കാണുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്ട്രെയിറ്റായിട്ട് നമ്മൾ കാണരുത്. അത് തമ്പുരാൻ്റെ ഹിതമനുസരിച്ചും വിധി അനുസരിച്ചും മാറി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ എല്ലായ്പ്പോഴും ഒന്നും ദുരിതമൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. തമ്പുരാൻ തന്നെ നമ്മൾ വളിച്ച ജീവിതത്തിൽ മലവഴിയിലൂടെ നടത്തിക്കൊണ്ട് പോകും. വിശ്വാസം കൈവിടിയാതിരുന്നാൽ ഹൃദയത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. വിശ്വാസം കൈവിടിഞ്ഞ് പോയാൽ അവസാനം നിരാശയിലും ആത്മഹത്യയിലൊക്കെ ചെന്ന് പതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളതല്ല, നമുക്കൊരു കൃത്യമായൊരു ലക്ഷ്യബോധമുണ്ട്. കാരണം നമ്മളെ നയിക്കുന്നത് അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവാണെന്ന കാര്യം ഓർത്തിരിക്കുകയാണ്. ഈ അറമായ ദേശം, കിഴക്കുള്ള ദേശം എന്ന് പറഞ്ഞാൽ ഈ അറമായ ദേശം എന്ന് പറഞ്ഞാൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 26-ാം അധ്യായത്തിൽ 5 വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ പറയുന്നത്? അലയുന്ന അറമായനായിരുന്നു എൻ്റെ പിതാവ്. അതേക്കുറിച്ച് അബ്രഹാമിനെക്കുറിച്ച് അലയുന്ന ഒരറമാനായിരുന്നു എൻ്റെ പിതാവ്. ചുരുക്കം പേരോടെ അവൻ ഈജിപ്തിൽ പോയി പാർത്തു. അസംഖ്യവും ശക്തമായ ജനമായിട്ട് അവൻ വളർന്നു. ഈജിപ്തുകാർ ഞങ്ങളെ പീഡിപ്പിച്ചു. പിന്നെ സംഭവിക്കുന്നത്? ഞങ്ങൾ ദൈവമായ കർത്താവിനെ, സൈന്യങ്ങളുടെ ദൈവ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിച്ചു. സൈന്യങ്ങൾ കർത്താവായ ദൈവമോട് ശക്തമായ കരങ്ങൾ നീട്ടി അത്ഭുതകരമായ പ്രവൃത്തിയോടെ ഞങ്ങൾ ഇവിടെ നിന്ന് മോചിച്ച് കൊണ്ടുവന്ന് ഈ പ്രദേശത്ത് നമുക്ക് നൽകി. നോക്കിയാൽ യാത്രയുടെ വിവരണം മുഴുവൻ ഒരു പ്രാർത്ഥനയായി. യഹൂദൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ അവരുടെ ഓർമ്മകളിൽ ഈ അറമായ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അവിടുത്തെ ആരംഭം എന്ന് പറയുകയുണ്ട്. അപ്പോൾ വന്ന വഴി അവർ മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് ഈ അറമായ ദേശം, പിന്നെ അവിടെ ജലക്ഷാമം ഉള്ളതുകൊണ്ടാണ് ഈ കിണറൊക്കെ മൂടിയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പൊതുവിൽ നീതി ഉണ്ടാകുന്ന ആത്മഹത്യത രീതി. എല്ലാവരും വന്നു കഴിയുമ്പോൾ കല്ലൊക്കെ ഉരുട്ട് മാറ്റിയിട്ട് എല്ലാവർക്കും ഒരുപോലെ വെള്ളം കൊടുക്കുക രീതിയായിരുന്നു അവിടെ ഉണ്ടായത്. വലിയ കല്ല്. അപ്പോൾ ഒറ്റയ്ക്ക് കല്ലെടുത്ത് മാറ്റാൻ മാത്രം കരുത്തനായ ഒരാളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നും അതിശയിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് ശക്തനാണ് അവിടെ പിന്നെ നാം കാണുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഈ പറയുന്ന എലയാസറുമായിട്ട് വന്നപ്പോൾ എലയാസർ എങ്ങനെ വന്നത്? എലയാസർ ആപ്പൻ അല്ലെങ്കിൽ തൻ്റെ യജമാനം പറഞ്ഞു വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. സ്വന്തം ചാർച്ചക്കാരിൽ നിന്നല്ല മറ്റാരിൽ നിന്ന് എൻ്റെ പുത്രൻ്റെ ഒരു സഹധർമ്മിയെ കണ്ടെത്താൻ പാടില്ല എന്ന് പറയാൻ ചാർച്ചക്കാരെന്നെ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട അദ്ദേഹം വരും. എൻ്റെ യജമാൻ്റെ ഇംഗിതത്തിന് പറ്റിയ ഒരാളിനെ തരണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടുമുട്ടിയപ്പോൾ റെബേക്കായെ കണ്ടുകഴിയുമ്പോൾ വീണ്ടും പ്രാർത്ഥിച്ച് നന്ദി പറയാം. ഇവിടെ നന്ദിയും പ്രാർത്ഥനയൊന്നുമില്ല, യാദൃച്ഛികമായ സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ കാണുന്നതിന് വ്യത്യാസം. അതാണ്. അതുകൊണ്ട് അവിടുന്ന് അത് ഒളിച്ചോടി വന്നയാളാണ്. മറ്റേതങ്ങനെയല്ല, ആ നയിക്കപ്പെട്ട് പറഞ്ഞു വിട്ടിട്ട് അന്വേഷിച്ച് വരുന്നതാണ്. ഇത് ഒളിച്ചോടി വന്നത്. അപ്പോൾ ബന്ധുവിൻ്റെ ഒരു സന്തോഷമൊന്നും പ്രത്യേകിച്ച് ലാബാൻ്റെ മുഖത്ത് കാണില്ല. കാരണം വന്നിരിക്കുന്ന ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. മറ്റേത് എലയാസറത്ത് പോയപ്പോൾ ഇഷ്ടം പോലെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് പോയി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അഭയാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ തീർത്തെങ്കിലും പിന്നീട് അത് ഒലച്ചിലുണ്ടായി. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ജീവിതത്തിൽ ഒലച്ചിലുണ്ടായി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ മനസ്സിലേക്ക് കടന്നു വരുമ്പം എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാകേണ്ട കാര്യം, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് നാം. എല്ലായ്പ്പോഴും ഒരേ ഘട്ടത്തിലായിരിക്കുകയില്ല. ഏത് ഘട്ടത്തിലായാലും കർത്താവ് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ആ യാക്കോബ് കണ്ട ആ വലിയ ഗോവണി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് അകപ്പെട്ടിരിക്കണം. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഉടമ്പടി ഉണ്ടായി. അതായത് ഞാൻ എത്തേണ്ടിടത്ത് എത്തുകയും എനിക്കുണ്ണാൻ കൊടുക്കുകയും തരികയും ചെയ്താൽ നീ എൻ്റെ ദൈവമായ കർത്താവായി ഒരു ഉടമ്പടിയിലേക്ക് എത്തുന്നില്ലേ. വ്യക്തിബന്ധമാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിബന്ധമാണ്. അപരിശനായി നിൽക്കുന്ന ഉദ്ധിതനായ നാഥുള്ള ഹൃദയങ്ങളുള്ള ബന്ധം, അതാണ് നമ്മുടെ സമ്മാനം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്, അതാണ് വലിയ ധന്യത. അതിൽ കൂടെ നമുക്കൊന്നും നേടാനില്ല ജീവിതത്തിൽ. അത് കളയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ വലിയ വിജയം. അത് നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ മരണാസന്നമായ നിമിഷം വരെയും അവൻ കൈപിടിച്ചങ്ങ് കൊണ്ടുപോയിക്കോളും. അപ്പം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായ ബോധ്യമുണ്ട്. വ്യക്തിബന്ധമാണ് മതാത്മകത, ആരാധന എന്ന് പറയും. അല്ല, മതം എന്ന് പറയുന്ന കുറേ ചട്ടക്കൂട്ടിനകത്ത് കയറിക്കൊണ്ട് അനുഷ്ഠാനങ്ങൾ നടത്തി ഉത്സവവും ആഘോഷവും നടത്തി കൊണ്ടുപോയിട്ട് നമ്മളെന്തോ വലിയവരാണെന്ന മട്ടിൽ നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ല മതം.
വിശ്വാസത്തിൽ സഭയിൽ അത് വ്യക്തിബന്ധമാണ്, അത് ആത്മബന്ധമാണ്. അത് നമ്മുടെ മനസ്സിലായിട്ട് ഉറയ്ക്കട്ടെ. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 24-27 വാക്യങ്ങൾ അത് സമറിയാക്കാരുടെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു വരും. നമുക്കറിയാം ചരിത്രത്തിൽ സംഭവിച്ച സംഗതികളൊക്കെ എന്തൊക്കെയാണ്. സമറിയാക്കാർ സ്ത്രീയുമായിട്ട് കർത്താവ് സംഭാഷിക്കുന്നതാണ് സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സമറിയാക്കാരുടെ ഉത്ഭവം എങ്ങനെയാണ് നമുക്കറിയാം കൃത്യമായിട്ട്. അസീറിയൻ രാജാവ് ഈ വടക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ചരിത്രം ഓർക്കുന്നുണ്ടോ? അതെങ്ങനെയായിരുന്നു? സോളമൻ രാജാവും പിന്നീട് വന്ന രാജാക്കന്മാരും ഒന്നും കർത്താവിൻ്റെ കൽപ്പനയൊന്നും ശരിയായ രീതി അനുസരിച്ചില്ല. സോളമൻ അവസാനത്ത് വഴി തെറ്റിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ദൈവം തന്നെ അവനോട് പറയുകയുണ്ടായി, അതായത് നിൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ രാജ്യം തിരിച്ചെടുക്കില്ല, പക്ഷേ നിൻ്റെ പുത്രൻ ഞാൻ രാജ്യം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റഹോബോവാം എന്ന് പറയുന്ന തൻ്റെ പുത്രനെ രാജാധികാരത്തിലെത്തിക്കഴിയുമ്പോൾ അവൻ നയം വ്യക്തമാക്കുന്ന ആ അവസരത്തിൽ തൻ്റേതായിട്ടുള്ള എല്ലാ ഉപദേശകരോട് ചോദിച്ചു. അതുപോലെ അപ്പൻ്റെ ഉപദേശകരോടും ചോദിച്ചു നയം എന്തായിരിക്കണം. അപ്പൻ്റെ ഉപദേശകർ പറഞ്ഞു, നിൻ്റെ അപ്പനെ പോലെ ഒന്നും ചെയ്യരുത്. നിൻ്റെ അപ്പൻ കണ്ടുവാനും പീഡിപ്പിച്ച് മനുഷ്യരെ ഫറവോയെപ്പോലെ തന്നെ അടിമപ്പണി ചെയ്യിപ്പിച്ചു. ഈ അടിമപ്പണി ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ദേവാലയമൊക്കെ ഉണ്ടായത്, ഈ കൊട്ടാരമൊക്കെ ഉണ്ടായത്. മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ചുങ്കം നികുതി ചുമത്തി. നീ അതുകൊണ്ട് കാര്യം ചെയ്യണം. ഇപ്പോൾ അതിന് പണിയൊന്നും ഇല്ലല്ലോ ഇനി. അതുകൊണ്ട് ആ പകുതിയാക്കി കുറയ്ക്കണം, നികുതി പകുതിയാക്കി കുറയ്ക്കണം. അതുപോലെ തന്നെ ഈ അടിമപ്പണി ചെയ്യിപ്പിക്കരുത്, ഞാൻ മനുഷ്യനെ തല്ലരുത്, ചാട്ടുമാറുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ മുതിർന്നവരിങ്ങനെ പറഞ്ഞപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു, നേരെ തിരിച്ചു പറഞ്ഞു, അതായത് നീ ചെയ്യേണ്ടത് അപ്പൻ ഇവരെ കൊണ്ട് തല്ലി ഇങ്ങനെ ചാട്ടുമാറുകൊണ്ട് തല്ലണം, അല്ലെങ്കിൽ ഇതിനെ പേടി വരില്ല. നികുതി ചുമത്തിയെങ്കിൽ നീ ഇരട്ടി ചുമത്തണം, അല്ലെങ്കിൽ ട്രഷറി കാശുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതവൻ സ്വീകരിക്കുകയും അവനെ കൃത്യമായിട്ട് നയപ്രഖ്യാപനം നടത്തുകയും, എൻ്റെ അപ്പൻ നിങ്ങളെ ചാട്ടുമാറുകൊണ്ട് തല്ലിയെങ്കിൽ നമ്മൾ ചാട്ടുകൊണ്ട് തല്ലും. ഈ മണ്ടൻ പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ നികുതി ചുമത്തി ഞാൻ ഇരട്ടി ചുമത്തുമെന്നങ്ങ് പറയും. അപ്പോൾ എന്താ സംഭവിച്ചത്? ജെറുബ്ബാബ എന്ന് പറയുന്ന സർവ്വസൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ, വടക്കൻ ഇസ്രായേൽ 10 ഗോത്രങ്ങളാണ്. നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ ഇപ്പോഴും അവർ പറയുന്ന ഇവരെയാണ്. ആ 10 ഗോത്രങ്ങൾ അങ്ങ് പിരിഞ്ഞു. ദാവീദ് കുടുംബമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ആ പിരിവ് ഒടുക്കത്തെ പിരിവായിരുന്നു. അവൻ നശിച്ചു പോയി. അവസാനം പിരിഞ്ഞതിന് ശേഷം ഒത്തിരി രാജാക്കന്മാർ വന്നു. ആ രാജാക്കന്മാരെല്ലാം തന്നെ ജെറൂസലേമിൽ നിന്ന് വേർപെട്ട് പോയി കഴിഞ്ഞപ്പോൾ വിഗ്രഹാരാധനയിലേക്ക് പോയി. അതിൻ്റെ സ്വാഭാവികമായ പരിണാമം അതാണ്. അതായത് 2ആയിട്ട് പിരിഞ്ഞല്ലോ ഒരു രാജ്യം. അത് വടക്കൻ ഇസ്രായേൽ 1, മറ്റേത് യൂദ 2. യൂദായിലും ബെഞ്ചമിനും യൂദായിലും മറ്റേ 10 ഗോത്രങ്ങൾ അപ്പുറയും. അപ്പോൾ ഈ ജനം ജെറൂസലേം ദേവാലയത്തെ പോകരുത്. ആ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ വില പോവും, ഇവൻ്റെ ശക്തി കുറയും. അതിനുണ്ട് ജെറോബോവാം തൊട്ട് പണി ചെയ്തെന്താണെന്നറിയോ? അവർക്ക് വേണ്ട വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. നോക്കണേ, ദൈവകൽപ്പന നേരിട്ട് അങ്ങ് ലംഘിച്ചു. എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും എല്ലാ കുന്നിൻ്റെ മുകളിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണ് നശിക്കാനിടയായത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ബലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. രാജാവ് ഉദ്ദേശിച്ച് എന്താണ്? ഇവിടെ ഒറ്റക്കെട്ടായിരുന്നു കഴിഞ്ഞാൽ ബലം കൂടുമെന്ന്. പക്ഷേ നേരെ തിരിഞ്ഞാൽ യൂദായിൽ പോയിട്ട് ജെറുസലേം ദേവാലയത്തിൽ യഹോവയോട് പ്രാർത്ഥിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഏതൊരു ജനമായിരുന്നു ഇത്? കർത്താവിൻ്റെ വിശുദ്ധകരിൽ ആരും വിശ്രമിക്കുമെന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നടന്നിരുന്ന ഒരു ജനമായി. ആ ജനത്തെ വെട്ടിമുറിച്ചിട്ട് 2ആക്കി മാറ്റിയിട്ട് അങ്ങോട്ട് പോകാതെ ആ വിശ്വാസം നിരോധിച്ചു. ചരിത്രത്തിൽ വിശ്വാസം നിരോധിച്ച് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മോഡേൺ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഇരുമ്പുമറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ പറയുന്ന പോലെ തന്നെ വിശ്വാസം നിരോധിച്ചു. അങ്ങനെയാണ്. ഉത്തര കൊറിയയിൽ ഭയങ്കരമായി നിരോധിച്ചിരിക്കുക. അവിടെ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അവനെ കഴുത്ത് കാണില്ല. അവിടെ ദൈവാരാധന പറ്റില്ല, അനുവദിക്കുകയില്ല. ദൈവവിശ്വാസവും പറ്റില്ല. പിന്നെ ആരാധിക്കുന്ന ഒറ്റയാളുകൾ അതൊക്കെ എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവൻ. ഇതാണ് അവിടുത്തെ സംഗതി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ രാജാക്കന്മാർ എന്ത് ചെയ്തു? രാജാക്കന്മാർ വിഗ്രഹങ്ങളൊക്കെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വിശ്വാസം ക്ഷയിച്ച് വന്നപ്പോൾ ഇവർ തകരാൻ തുടങ്ങി ആത്മവീര്യം പോയി. അങ്ങനെ വന്നപ്പോൾ അസീറിയക്കാരെ കടന്നാക്രമണം നടത്തി ശക്തമായ സാമ്രാജ്യം അടുത്തുള്ളത് കടന്നാക്രമണം നടത്തി കഴിഞ്ഞപ്പോഴത്തേന് സംഭവിക്കുന്നത് ആദ്യം കുറേ പേരെ ഒന്ന് തകർത്ത് വെച്ച് പോയി. പിന്നെ 2ാമത്തെ വരവിൽ സാർഗൻ എന്ന ചക്രവർത്തി കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്കും കുറേ മുഴുവൻ അങ്ങോട്ട് തകർത്ത് ഇതിനകത്ത് അടിമത്തിലേക്ക് കൊണ്ടുപോയിട്ട് അസീറിയക്കാരെ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് പലരെയും കൊണ്ട് ഇവിടെ അങ്ങ് താമസിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരെ അങ്ങോട്ടും കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ താമസിച്ചവരും വന്ന അസീറിയക്കാർ തമ്മിൽ ഒന്ന് ചേർന്ന അവസാനം സങ്കരവർഗമായിട്ട് തീർന്നു. മിസ്ര വിഭാഗത്തിലൂടെ അവരാണ് സമറിയക്കാരെന്ന് പറയും. അതുകൊണ്ട് എന്നാ സംഭവിച്ചതിന് യഹൂദന്മാരുടെ മുമ്പിൽ ഇവർ വിലക്കെട്ടവരായി മാറി. അതുകൊണ്ട് ഈശോയുടെ കാലഘട്ടം വന്നു കഴിയുമ്പോൾ സമറിയാക്കാരും മിണ്ടില്ല, ഇടപെടില്ല, അങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് പോകാം. അതുകൊണ്ട് ശിഷ്യന്മാരോട് സമറിയാരുടെ പോകണ്ടെന്ന് പറയും. സമറിയാക്കാർക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറയും. അതുകൊണ്ടാണ്. പക്ഷേ കർത്താവ് സമറിയാരുടെ പോകേണ്ടി വന്നിരുന്നു. സമറിയാക്കാർ നമുക്ക് അറിയാം, കർത്താവ് ഒരു ആത്മാവിനെ വീണ്ടെടുക്കാൻ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായ സമറിയാരുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് 2ാമത്തെ വായന 2 രാജാക്കന്മാർ 17 അധ്യായം 24-28 വാക്യങ്ങളാണ്. അപ്പോൾ അസീറിയ രാജാവും, അതായത് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ആളുകളെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ അവിടെ സമറിയായി കൊണ്ട് പാർപ്പിച്ച് എവിടെ നോക്കിയാൽ
ആ ബാബിലോണിൽ നിന്ന് കൊണ്ടുപോയി, കുത്തായിൽ നിന്ന് കൊണ്ടുപോയി, ഹവ്വായിൽ നിന്ന് കൊണ്ടുപോയി, ഹമ്മത്ത് കൊണ്ടുപോയി, സെഫാർ വഴി എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി അവർ സമറിയ സ്വന്തമാക്കി അതിന് നഗരങ്ങളിൽ വസിച്ചു. അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിച്ചില്ല. ആരംഭം തൊട്ട് തന്നെ കർത്താവിനാകുന്നു. ശരിയായ വിശ്വാസം നമ്മൾ അകലുന്നുവോ അറിയാതെ വിഗ്രഹാരാധന നമ്മളിൽ കടന്നു വരും, അന്ധവിശ്വാസം കടന്നു വരും. അത് അവസാനം കൊണ്ട് നരബലിയൊക്കെ കൊണ്ടുപോയി നിർത്തും, മന്ത്രവാദം കൂടത്തിൽ നിന്ന് അവസാനിക്കും. എന്നും കാണുന്നു. ഇന്നും ഈ മോഡേൺ സാഹചര്യത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുണ്ടായ ജനത്തിൻ്റെ ഇടയിലും ഈ അന്ധവിശ്വാസം പകരുന്നതിൻ്റെ പ്രധാന കാരണം യഥാർത്ഥ ആരാധനയിൽ നിന്ന് വിട്ടു പോകുന്നതാണ്. അതിനാൽ അവിടുന്ന് അവരിൽ എന്ത് സംഭവിച്ചു? സിംഹങ്ങളെ അയച്ചു. എന്നിട്ട് അവ ഒത്തിരി പേരെ കൊന്നു. അതിന് കാരണം എന്നറിയോ? ഇസ്രായേലിൻ്റെ ആൾക്കാർ, വടക്കൻ ഇസ്രായേലിനെ മുഴുവൻ അവർ കെട്ടിക്കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെല്ലാം വിജനമായി, ആളുമില്ലാത്ത തോന്നും. പാർപ്പിടങ്ങൾ മുഴുവൻ വനവാസ മേഖല പോലെ ആയിപ്പോയി. അപ്പോൾ സിംഹങ്ങൾ ധാരാളം പെരുകി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് സിംഹം കൊന്നു എന്ന് പറയാം. ചരിത്ര സംഭവങ്ങളായി പറഞ്ഞ കൊന്നും. സമറിയയുടെ നഗരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിൻ്റെ നിയമങ്ങൾ അറിവില്ലാത്തതിനാലാണ് അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചതെന്ന് കണ്ടുകൊണ്ട് രാജാവ് പറഞ്ഞു, അസീറിയ രാജാവ് പറഞ്ഞു, അദ്ദേഹം എന്നാ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അവിടുന്ന് കൊണ്ടുവരിക. ഇസ്രായേൽ ഒരു പുരോഹിതനെ കൊണ്ടുവന്നിട്ട് ഈ ജനത്തിൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് അവരോട് പറയും, അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിൻ്റെ നിയമം അവരെ പഠിപ്പിക്കാനുണ്ട്. ആ രാജാവിന് അത്രയും ബോധം ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ അധപ്പതിക്കാൻ കാരണം ഈ വിഗ്രഹാരാധനയാണെന്നും അവരുടെ ദൈവത്തെ നിഷേധിച്ചതാണെന്ന് രാജാവിന്, അസീറിയ രാജാവിന് മനസ്സിലായി. ഒരു വിജാതീയ രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ ഒരു പുരോഹിതനെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു. അപ്പോൾ കാണുന്നു അവർക്ക് ചരിത്ര സംബന്ധമായ സംഗതികളാണ്. അപ്പോൾ അവൻ അങ്ങനെ കൽപ്പിച്ചു. അപ്പോൾ അവരെ സംരക്ഷിക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ സമറിയായിൽ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാർ ഒരുവൻ ബഥേലിൽ ചെന്നതായി താമസിച്ച് കർത്താവിൻ്റെ ഭക്തൻ കാര്യങ്ങൾ കാണിച്ച് കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ആദ്യം കിട്ടുന്ന ഭാഗം. ഇതിൻ്റെ സംഗതി ഇത്രയേ ഉള്ളൂ. സമറിയാക്കാരി സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി വെച്ചിരിക്കുന്ന വായന 2 രാജാക്കന്മാർ 17 അധ്യായം 24 തൊട്ട് 22 വാക്യങ്ങളിലാണ്. അപ്പോൾ BC 722 ഈ സാർഗൻ രാജാവ് അറ്റാക്ക് ചെയ്യുന്നത്. BC 721 പരിപൂർണമായി കീഴടക്കി. പിന്നെ ചരിത്രത്തിൽ വടക്കൻ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. ഇന്നും നമ്മൾ യഹൂദരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ നഷ്ടപ്പെട്ട ഗോത്രങ്ങളെക്കുറിച്ച് പറയും. അത് ഇവരാണ്. അവിടുന്ന് ഇവിടെ എങ്ങോട്ടെല്ലാം പലായനം ചെയ്യുന്നറിയോ? ആ ഘട്ടങ്ങളിൽ ഒരുപാട് പേര് അവിടുന്ന് പലായനം ചെയ്തു. അതായത് നല്ല യഹൂദന്മാർ അവിടെ നിന്നില്ല, അവർ പോയി. അവരവിടുന്ന് അങ്ങോട്ട് നിൽക്കാതെ സ്ഥലം വിട്ടതൊക്കെ ഇവിടെ ഈ ആര്യാവൃത്തത്തിലൊക്കെ വന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ തോമസ് ലീഹ വന്നപ്പോൾ ഇവിടെ ആദ്യം വന്ന് വിശ്വാസം പ്രഘോഷിച്ച് അവരോടാണെന്ന് പറയും, യഹൂദന്മാരോടാണെന്ന് പറയും. പാരമ്പര്യത്തിൽ തന്നെ കർത്താവിൻ്റെ സുവിശേഷം കേട്ടത് യഹൂദൻ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ചരിത്രഭാഗങ്ങളൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാകും. കാരണം ശരി, അതിൻ്റെയൊക്കെ ചരിത്രത്തിൻ്റെ യഥാർത്ഥത്തിൽ നെയ്ത രൂപത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തിയെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. 10 ഗോത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ട ഗോത്രം എന്ന് പറയുന്നത് അവരാണ്. അപ്പോൾ അതിന് അന്യദേവന്മാരെ ആരാധിച്ചു. അപ്പോൾ എന്നാ ചെയ്തു? അങ്ങനെ മക്കളെ ബലിയർപ്പിക്കുന്ന നിലയിലേക്ക് വരെ അവർ അധപ്പതിച്ചു പോയി. നരബലി അവിടെയൊക്കെ ഉണ്ടാകും. മനസ്സിലായില്ല, മനുഷ്യൻ അധപ്പതിച്ച് കഴിഞ്ഞാൽ, അന്ധവിശ്വാസം വന്നു കഴിഞ്ഞാൽ അതിന് അതിർത്തിയൊന്നുമില്ല, എവിടം വരെ വേണേലും പോകും. എന്തെല്ലാം സംഭവങ്ങൾ ഈ വിദ്യാഭ്യാസ സമ്പന്നമായ കേരളത്തിൽ നടന്നു, എന്തെല്ലാം സംഭവങ്ങൾ ഈ നരബലി നടന്നില്ല. ഇവിടെ എന്തെല്ലാം കാര്യം നടന്നുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ആരാധിച്ചു, മക്കളെ ബലിയർപ്പിച്ചു. അതിൻ്റെ സകല രാജാക്കന്മാരും വഴിതെറ്റിപ്പോയി, മുഴുവൻ എല്ലാ രാജാക്കന്മാരും വഴിതെറ്റിപ്പോയി. അപ്പോൾ എന്നാ ചെയ്തു? സാമ്രാജ്യത്തിൻ്റെ അവിടെ ഗാങ്ങളിലുള്ള കുടിയിരുത്തിയ ആൾക്കാരും വന്നു കയറിയ ആൾക്കാരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് അവരുടെ ആചാരങ്ങൾ കൊണ്ടുവന്നൊക്കെ ചേർന്ന് ഒരു മിശ്ര വിഭാഗത്തിലേക്ക് പോയി സങ്കരവർഗമായിട്ട് തീർന്നു. അപ്പോൾ ഇസ്രായേൽ അങ്ങ് വിഭജിക്കപ്പെടുകയാണ്, സിംഹങ്ങളെ പെരുകി. അപ്പോൾ അതുകൊണ്ട് ശിക്ഷയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരോഹിതനെ വരുത്തി ബഥേലിൽ നിന്നും സുക്കോത്ത് ബെനീത്ത് എന്ന് പറഞ്ഞാൽ മർദൂക്ക് ദേവൻ്റെ ഭാര്യയാണ് സുക്കോത്ത് ബെനീറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ സ്ത്രീകളെ കൂടാതെന്നതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ആ മർദൂക്കിൻ്റെ ഭാര്യ, അതിൻ്റെയൊക്കെ വിഗ്രഹാരാധനയുടെ വിഷയങ്ങൾ അതൊക്കെ അവിടേക്ക് ഒന്ന് കണ്ട് എന്നാൽ കുത്തെന്ന് പറഞ്ഞ ദേശം എന്ന് കുറേ കൊണ്ടുവന്ന് നെർഗാൽ എന്ന് പറയുന്ന ദേവൻ്റെ ആരാധന നടത്തി. ഒരു അധോലോകത്തിനെ അതാണ് നെർഗാൽ. അവിടെ തന്നെ സിംഹമായിരുന്നു അവരുടെ ചിഹ്നം. പിന്നെ ഹമാത്യർ എന്ന വിഭാഗത്തെ അവർ കൊണ്ടുവന്നു. അഷീമ എന്ന മാതൃദേവതയെ അവർ ആരാധിച്ചു. പിന്നെ വിഭാദ് എന്ന് പറയുന്നത് കൊണ്ടുവന്നു, അവർ മിന്നൽ പിളറിനെ ആരാധിച്ചു. പിന്നെ അനാമലക്ക് എന്ന് പറയുന്ന ഒരു ദേവതയെ കൊണ്ടുവന്നു. അതിനകത്ത് ദേവതൻ്റെ ഈ പറയുന്ന ഈ ബാലിൻ്റെ സഹോദരിയായ ദേവതയായിട്ട് അവർ കണക്കാക്കിയിരുന്നു. പിന്നെ മോളക്ക്, ദേശീയ വിഗ്രഹമായ മോളക്ക്. ഇങ്ങനെ കൊണ്ടുവന്ന് അവരെല്ലാം യഹോവയുടെ യഥാർത്ഥമുള്ള വെളിപാടിൽ നകന്നുപോയി.
ദൈവിക വെളിപാട് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ട് ഇങ്ങനെയുള്ള ഉടമ്പടി നിയമങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരു വിഭാഗമായിട്ട് തീർന്നു. നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവിശ്വസ്തതയാണ്, ദൈവമല്ല അവിശ്വസ്തതയാണ് എല്ലാ പതനത്തിനും കാരണം എന്നതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് വടക്കൻ ഇസ്രായേൽ. നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? വിശ്വാസം നമുക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വ്യക്തിബന്ധം ഈശോയിലില്ലാതെ, സഭയുടെ കൂട്ടായ്മ പറഞ്ഞ ആത്മബന്ധമില്ലാതെ, പരിശുദ്ധാത്മാവിൽ വസിക്കുന്ന ത്രിത്വൈക കൂട്ടായ്മയുള്ള ബന്ധമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ അധപ്പതനം നമുക്ക് വരാം. അന്ധവിശ്വാസം നമ്മളിലേക്ക് മൂടാം, വഴിതെറ്റിപ്പോകലുണ്ടാകാം ധാരാളമായി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്: യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ ആരാധന അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ദാവീദ് ഭവനത്തോട് ഇനിയൊരു ബന്ധമില്ലെന്ന് അവർ പറഞ്ഞു പോകുന്നതല്ലേ? ദാവീദ് ഭവനമില്ലാതെ പോയാൽ അതിൻ്റെ അർത്ഥം എന്നറിയോ? ദൈവിക പാരമ്പര്യങ്ങളോട് ബന്ധമില്ലെന്ന്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേരില്ലാന്ന് വരും. വേരറുത്ത് മാറ്റി കഴിഞ്ഞാൽ മരം പിടരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് അന്ധവിശ്വാസമേ ഭയങ്കരമായി ജെറുസലേമിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അതൊക്കെ. ജെറുസലേമിൻ്റെ ദേവാലയത്തിൽ പോകാതിരിക്കാൻ വേണ്ടി രാജാക്കന്മാർ ചെയ്ത പണിയാണ് അന്ധവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അത് എന്തുണ്ടായി? അവരെ മുഴുവൻ നശിച്ചുപോയി. ബന്ധമില്ലാത്തൊന്നും ആരാധനയില്ലാതെ നശിച്ചുപോയി. നീതി ജലം പോലെ ഒഴുകട്ടെ എന്ന് ആമോസ് പറഞ്ഞിരുന്നതല്ലേ? നീതിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ബലിയല്ല കരുണയാണ് എനിക്ക് വേണ്ടത്. ഓസിയ 6:6 പറയുന്ന ആ ദൈവം അവർ ഉപേക്ഷിച്ചു. ബലിയല്ല എനിക്ക് വേണ്ട, കരുണയാണ് വേണ്ടത്. നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ്, വെളിപാൻ ദൈവം കരുണയുടെ ദൈവം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവർ വഴിതെറ്റിപ്പോയി എന്നുള്ള ഭാഗമാണ് രണ്ടാമത്തെ വായന വരുമ്പോൾ സമറിയാക്കാരിയിലേക്ക് വരുന്നതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ഏറ്റവും മനോഹരമായ സംഭവമാണ് സമറിയാക്കാരിയുള്ള ഈശോയുടെ സംഭാഷണം. ഓരോ വ്യക്തിത്വത്തിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നാം വരിക. അതിന് മുമ്പ് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ ചില ദൈവശാസ്ത്ര ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. ഹെബ്രായർ 6:1-12 വരെ അധ്യായങ്ങളിൽ പറയുന്ന ഭാഗ്യങ്ങളെടുത്ത് പക്വതയോടുകൂടിയുള്ള ക്രിസ്തീയത നയിക്കാനായിട്ട് പൗലോസ്ലീഹ അവിടെ ഉപദേശിക്കുന്ന ഭാഗമാണ് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 6 അധ്യായം 1-12 വാക്യങ്ങൾ. രക്ഷാകരമായ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് കൃത്യമായിട്ട് ഉപദേശങ്ങൾ കാണാം. പക്വതയിലേക്ക് വളരാൻ നമുക്കെന്ന് പറയാം. നിർജീവ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് പിന്തിരിയാം. ദൈവത്തിലെ വിശ്വാസം നമുക്ക് കണ്ടെടുക്കാം. ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം നമുക്ക് സ്വീകരിക്കാം. കൈവയ്പ്, മരിച്ചവരെ ഉയർപ്പ്, നിത്യവിധി എന്നിവയെക്കുറിച്ച് ധാരണയുണ്ടാകട്ടെ. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക. കമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ആയിട്ടുള്ള വിശ്വാസ പാരമ്പര്യമുള്ള കമ്മ്യൂണിറ്റിയോടാണ് അപ്പസ്തോലൻ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? നിർജീവ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് തിരിച്ചു വരണം. അങ്ങനെ നിങ്ങൾ വഴിതെറ്റിപ്പോകാനിടയാവരും. നമ്മളൊരുമാതിരി കരിസ്മാറ്റിക് ധ്യാനങ്ങൾ പങ്കെടുത്തു, ഇഷ്ടംപോലെ ധ്യാനങ്ങളൊക്കെ പങ്കെടുത്തതിന് ശേഷം അവസാനം അതൊരു പതിവ് പരിപാടിയൊക്കെ മാറ്റിയിട്ട് ജീവിതമായിട്ട് ബന്ധമില്ലാതെ ജീവിതം മുഴുവൻ അന്യരുള്ള വിദ്വേഷവും വെറുപ്പും ഒക്കെ ആയിട്ട് കൊണ്ട് നടന്നാൽ നിർജീവമാണ് നമ്മുടെ ജീവിതം. അവിടെയൊന്നും ഒരു ക്രിസ്തീയതയുമില്ല. അതുകൊണ്ട് ചടങ്ങുകളൊന്നും അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ആത്മാവിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അവിടെ നിർജീവ പ്രവർത്തനം തിരിച്ചു വരണം. രണ്ടാമത് ദൈവത്തിലുള്ള വിശ്വാസം വേണം. നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? തമ്പുരാനിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരെ കൃത്യമായ അർത്ഥമുണ്ടാകും. ദൈവഹിതത്തിന് വിധേയമാകുവാനുള്ള സന്നദ്ധതയുണ്ടാകും. എല്ലാ സുഖഭോഗങ്ങൾക്ക് വേണ്ടി പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രതീക്ഷിക്കുക, അതനുസരിച്ച് പ്രസംഗിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇച്ഛാഭംഗം തന്നെ അവസാനം ഉണ്ടാകും. നമ്മളൊന്നിനും ഒരിടത്ത് ചെന്ന് രക്ഷപ്പെടുകയില്ല. ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം അത് വീണ്ടും നമ്മൾ ഭംഗിയായിട്ട് ഓർത്തിരിക്കേണ്ട. ജ്ഞാനസ്നാനം എന്താ? ഈശോ മിശിഹായ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലുള്ള പങ്കുചേരലാണ്. അതിൻ്റെ ഭാഗഭാഗത്താണ് മാമോദിസ. ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, ഈശോ ഉത്ഥാനം ചെയ്തു, അതുകൊണ്ട് ഞാനും മരിച്ചാൽ ഉത്ഥാനം ചെയ്തും ഈശോയോടെ ആയിരിക്കും എന്നുള്ള ബോധ്യമാണ് ജ്ഞാനസ്നാനം നൽകുന്നത്. അതുപോലെ തന്നെ കൈവയ്പ്, സഭയുടെ സ്ലീഹന്മാരിൽ കടന്നു വന്ന കൈവയ്പ് ശുശ്രൂഷിക്കുന്ന അർത്ഥമുള്ള കാര്യമാണ്. അവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നിയാസത്തിലേക്ക് നമ്മൾ പോകും. ആ കൈവയ്പ് ശുശ്രൂഷയുടെ പരമാധികാരത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതാണ്. പിന്നെ മരിച്ചതിൻ്റെ ഉയർപ്പ്, മരണത്തിന് ശേഷം ഉയർപ്പുണ്ട്, സംശയമൊന്നുമില്ല. കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഉത്ഥാനം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാം ഭൂമിയിലേക്ക് പോയി അഴിഞ്ഞു വീണാലും ശരി, പയറുപണി നിലത്ത് വീണ് അഴിഞ്ഞാൽ അത് മുളയ്ക്കും, അത് വളരും, അത് ചെടിയായിട്ട് രൂപാന്തരപ്പെടും. പയർവത്തിൻ്റെ ശരീരവും ശരീരം രണ്ടും രണ്ടാം. അപ്പോൾ ഈ കാണുന്ന ഭൗതിക ശരീരം അഴിഞ്ഞു പോകും. പക്ഷേ ഇവിടുന്ന് മഹത്വീകൃതമായ ശരീരം രൂപം കൊള്ളും. ഈശോ മിശിഹായെ കടന്നു ചെന്ന് എങ്ങനെയാണ് മഹത്വീകൃത ശരീരം? അപ്പസ്തലന്മാർ ഭയപ്പെട്ട്, യഹൂദരെ ഭയപ്പെട്ട് അടയ്ക്കപ്പൂട്ടപ്പെട്ടിരുന്ന മുറിക്കകത്തേക്ക് കഥ തുറക്കാകത്ത് കടന്നു എങ്ങനെയാണ്? മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. അതുപോലെ നിത്യവിധിയെക്കുറിച്ച് ചിന്തയെ നമ്മളെ ഭരിക്കാൻ പറയാം. അപ്പോൾ വീണു പോയാൽ നമ്മൾ വീണ്ടും തിരിച്ചു വരേണ്ടതാണ്. അതുപോലെ സ്വമനസ്സാൽ തിരിച്ചു വരാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? തെറ്റുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷേ തിരുത്തലുകൾ കൂടി ഉണ്ടാകേണ്ടതാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ദൈവം നമുക്ക് നൽകപ്പെട്ട കൃപയിൽ നമ്മുടെ ഉള്ളിൽ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ വിശ്വസിക്കണം. അതായത് മനുഷ്യ ജീവിതത്തിൽ
തിന്മയൊക്കെ ഉണ്ടാകും, പക്ഷേ എങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിന് കൃപയുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ ദൈവം നമ്മൾ കൃപ നമുക്ക് താനാൻ നൽകുകയും ചെയ്യും, ഏത് വീഴ്ചയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ആ വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനാണ് അപ്പോസ്തലൻ ഇവിടെ ഉപദേശിക്കുന്നത്. അതായത് നല്ല നിർജ്ജീവ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് മാമോദീസായിലെ പ്രബോധനങ്ങളോട് സ്വീകരിച്ച് ഉത്ഥാനത്തിലും അന്ത്യവിധിയിലും വിശ്വസിച്ചുകൊണ്ട് ഉണർവുള്ള ജീവിതം നയിക്കാൻ ഹെബ്രായർ ലേഖനത്തിൻ്റെ ഇവിടെ അപ്പോൾ നമ്മൾ ഉപദേശിക്കുക. അപ്പോൾ അതുകൊണ്ട് വീഴാനുള്ള സാധ്യത, ഇപ്പോൾ അതുകൊണ്ട് മാമോദിസ സ്വീകരിച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യില്ല എന്നർത്ഥമില്ല. ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാം. വീണ്ടും വീഴുമ്പം വീണ്ടും അനുദവിച്ച് എണീറ്റ് വരാൻ ശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കണം. അപ്പോൾ ആദിമസഭയിൽ മാമോദിസായ്ക്ക് ശേഷം പിന്നീട് പാപം സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. പാപത്തിൽ വീഴ്ച എപ്പം മേലും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ പാപം അതെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായിട്ട്, അതായത് നമ്മൾ നന്മ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാത്ത അവസ്ഥയാണ്. പരിശുദ്ധാത്മാവിനെതിരായ പാപം, മാമോദീസായ്ക്ക് ശേഷം ചെയ്യപ്പെടുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം ഇതാണ്, അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. അതുകൊണ്ടാണ് സത്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടായതിന് ശേഷവും അതിനെ നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിട്ടും അതിനെ നിഷേധിക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരിക്കൽ പ്രകാശം ലഭിച്ചവരാ. പ്രകാശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നേക്കുമായി, ഒരിക്കൽ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ദൈവത്തിൻ്റെ വിശ്വാസം വഴിയായി നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഈശോ വിശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് ഈശോയെ അനുകരിച്ച് പോകാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോൾ സ്വർഗീയമായുള്ള സമ്മാനത്തിന് വേണ്ടി നമ്മൾ ജീവിക്കേണ്ടത്, അതിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ് വിശുദ്ധ കുർബാന എന്ന് പറയും. സ്വർഗീയ സമ്മാനമാണ് അത്. സ്വർഗത്തിലുള്ള ജീവനുള്ള അപ്പമാണ്, അത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അപ്പമാണെന്ന കാര്യം ഓർക്കണം. അപ്പോൾ പരിശുദ്ധിയുള്ള പങ്കാളിത്തം നമുക്ക് നടക്കുകയാണ്, നന്മയുടെ ശക്തി. അതുകൊണ്ട് വീണു പോയത് എണീറ്റ് വരാൻ നമ്മൾ പറയുന്ന അപ്പോസ്തലൻ. അതുകൊണ്ട് അകൽച്ച ഉണ്ടാകാൻ പാടില്ല, അത് എണീറ്റ് വരാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് വിളവുകളുടെ ഉപമയിലൂടെ, ഇതുകൊണ്ടാണ് വിളവുണ്ടാകുന്നത് എവിടെയാണ്? വെള്ളമുള്ളിടത്ത്, അല്ലെങ്കിൽ ഊഷരതയാവും. അതുകൊണ്ട് മഴ അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ട് കാണും. അതിൻ്റെ പാപം മൂലം നമ്മൾ ഊഷരഭൂമിയായിട്ട് പോകാനിടയാകും. കണ്ടില്ലേ യെശയ്യാ പ്രവചനത്തിൻ്റെ 5-ാം അധ്യായത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുന്തിരിത്തോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃഷിക്കാരൻ ഭംഗിയായ രീതിയിൽ വിളവെടുക്കാൻ വേണ്ടിയിട്ട് മുന്തിരി കുഴിച്ച് വെച്ച് അതിനെ വളച്ച് കെട്ടി, അതിന് വേലി കെട്ടി, അതിന് വളമുണ്ടാക്കി, അതിന് വെള്ളം ഒഴിച്ച് എല്ലാം ക്രമപ്പിടിച്ച് മുന്തിരി ചക്കം സ്ഥാപിച്ച് തിരിച്ച് കാത്തിരിക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ മുന്തിരിപ്പഴമാണത് വിളയിച്ചത്. അതാണ് അവിടെ ശിക്ഷയുണ്ടാകും. അത് മുഴുവൻ വറച്ച് കളഞ്ഞ് തീയിലിട്ട് കത്തിച്ച് കളയുമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് നിത്യവിധി എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശയിൽ ദൈവം നമുക്ക് കൃത്യമായി പ്രവർത്തനനിരതനാണ്. നമ്മുടെ ജീവിതത്തിലുള്ള കാര്യം മറന്നുപോയി, ദൈവം പ്രവർത്തനനിരതനാണ്. നമ്മൾ മറന്നുപോയാലും ശരി, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടായിരിക്കണം. അപ്പോൾ കൃപയുടെ ഫലം നമ്മുടെ ഉള്ളിലുണ്ട്, അത് നന്മ പ്രവർത്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യം പീഡനങ്ങളുണ്ടായാലും ശരി, ഈശോ നമ്മുടെ ഉള്ളിൽ നന്മ പ്രവർത്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ നന്മയിലേക്ക് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം. അത് മുന്നറിയിപ്പ് തരികയാണ്. അപ്പം നമ്മൾ ആരെയും പ്രസാദിപ്പിച്ച് നടക്കാൻ വേണ്ടിയിട്ടില്ല, അനാവശ്യമായി പ്രസാദിപ്പിക്കുകയോ അനാവശ്യം മുറിവേൽക്കപ്പെടുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ നമ്മളെ അവിടെ പഠിപ്പിക്കുകയാണെന്നില്ല. നീങ്ങുന്നത് എങ്ങോട്ടാ? സമറിയാക്കാരി സ്ത്രീയിലേക്കാണ് നീങ്ങുന്നത്. നമുക്കറിയാം എൻ്റെ വാക്കിലുണ്ട് എന്താണ് കൃത്യങ്ങൾ ആദ്യം പറഞ്ഞു തന്നു. സമറിയ എന്താണെന്ന് പറയും. എന്തുകൊണ്ടാണ് സമറിയാക്കാർ പോകരുതെന്ന് ശിഷ്യന്മാർ പറയുന്ന കാര്യം, കർത്താവിനെതിരാണ് അവർ. അപ്പം അതുകൊണ്ട് അവർ കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ കൂടെ പോയി മരിക്കാം എന്ന് തോമാസ്ലിഹ പറയണ്ടേ. നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ നാളെ ധീരത കാണിച്ച നമ്മുടെ പിതാവ്, വിശ്വാസത്തിന് നമ്മുടെ പിതാവാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമറിയായിലേക്ക് ഈ കർത്താവ് കടന്നു ചെല്ലുകയാണ്. കർത്താവിന് ലക്ഷ്യമുണ്ട്, ആത്മദാഹം, ആത്മാക്കളുടെ ദാഹം. അവിടെ ഒരു പാവനിയായ സ്ത്രീയുണ്ട്. അനേകം പാവനികളെ പ്രതീകം, ഒരാളുടെ അല്ല, അനേകം പാവനികളെ പ്രതീകം. അവൾ വഴിവിട്ട് യുവം നയിക്കുന്നതാണ്. അവൾ വരും അവിടെ വെള്ളം കോരാൻ ഉച്ച കഴിഞ്ഞ് വരുന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ആരെങ്കിലും ആണുങ്ങളെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന, അവിടെ പോയി ഇരിക്കുക കർത്താവ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യാശ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്, അല്ല നമ്മൾ പുറകെ പോയി അന്വേഷിക്കുന്നതല്ല. പലപ്പോഴും അങ്ങനെയാണ്. ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതാണ് നമ്മുടെ പ്രകൃതിയുടെ മതങ്ങളുടെ രീതി. ദൈവത്തെ അന്വേഷിച്ച് പോവുക, വനാന്തരങ്ങളിൽ പോയി ധ്യാനിക്കുക, അന്വേഷിച്ച് പോവുക. നേരെ തിരിച്ചാണ് ദൈവ വെളിപാടിൻ്റെ മതത്തിൽ കർത്താവ് അന്വേഷിച്ച് ഇങ്ങോട്ട് വരിക, നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ഇവ വെള്ളം കോരാൻ വരുന്ന നോക്കി അവിടെ കാത്തിരിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് ദാഹിക്കുന്ന അങ്ങോട്ട് പറയുക. എന്ത് ദാഹമാണ്? ആ പച്ചവെള്ളം ചിന്താൻ വേണ്ടിയിട്ടല്ല, ഇവരുടെ ആത്മാവിന് വേണ്ടി ദാഹം. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ ദാഹമുണ്ട്. ആ ദാഹത്തെക്കുറിച്ച് ആ മനുഷ്യന് ബോധമില്ലായിരിക്കും, പക്ഷേ ദൈവത്തിനറിയാം കർത്താവിന് വേണ്ടിയുള്ള ദാഹം. അതുകൊണ്ട് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞത്, എൻ്റെ ആത്മാവെ നിനക്കായിട്ട് സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നവരെയും എൻ്റെ ആത്മാവിന് സൗഖ്യം ഉണ്ടാവില്ല എന്ന്
ആഗസ്റ്റ് തുണി ഞാൻ പറയാൻ കാര്യമില്ല. അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഇരിക്കുന്ന ഭാവനയിൽ കണ്ട എത്ര മനോഹരമായിരിക്കും. യാക്കോബിൻ്റെ കിണറിൻ്റെ സമീപം പോയി അവിടെ പോയി ഇരിക്കുക, ആളുടെയും കാത്ത്. ആ ഇരിക്കുന്നിടത്ത് വരുന്ന വെള്ളം കോരാൻ വരുമ്പോൾ ആദ്യമേ കർത്താവ് സംഭാഷണം തുടങ്ങുക. എങ്ങനെയാണ് തുടങ്ങുന്നത്? എനിക്ക് ഇച്ചിരി കുടിക്കാൻ തരണമെന്ന് പറയുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി. ആരാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമറിയാക്കാർ അധകൃതയായ ഒരു സ്ത്രീയോട് വെള്ളം കോരിക്കാൻ വേണ്ടിയിട്ട് ഔന്നത്യമുള്ള സമൂഹത്തിൽപ്പെട്ട റബ്ബി എന്ന് പറയുന്ന ആൾ, അതെന്തൊരു ചോദ്യം! അങ്ങനെ എങ്ങനെ നമ്മളൊന്നും ഇടപാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും നീ ഇത്തരത്തിലേക്ക് നിൽക്കുന്ന ജീവൻ്റെ ജലം അവൻ നിനക്ക് തരികയും ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭയങ്കരമായ വചനം അവളിലേക്ക് പടിപടിയായിട്ട് കടന്നു വരിക, പടിപടിയായിട്ട്. അപ്പോൾ ചോദിച്ചതിൻ്റെ പാളയില്ല, നിൻ്റെ കയ്യിൽ കയറുമില്ല, പിന്നെ കിണറാണെങ്കിൽ ആഴമുള്ളത് നീ എവിടെ നിന്ന് കൊണ്ടുവരും? അപ്പോൾ ഞങ്ങൾക്ക് ഈ കിണർ തന്നെ യാക്കോബിൻ്റെ യാക്കോബിൻ്റെ കിണർ കണ്ടില്ലേ? യാക്കോബിനേക്കാളും, അതാണ് കണക്ഷൻ. യാക്കോബിൻ്റെ കിണർ നമ്മൾ കണ്ടില്ലേ? കല്ലുരുട്ട് കാറ്റിയ ഭാഗത്ത് പറഞ്ഞില്ലേ? ആ യാക്കോബിനേക്കാളും വലിയവനാണോ നീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പറയാം, ഇതിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകാം, അന്നേരം പറയാം. അപ്പോഴാണ് അയ്യോ എനിക്ക് ഭർത്താവില്ല. കർത്താവ് മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്കിപ്പം ഭർത്താവില്ല, ഇപ്പോൾ ഉള്ളവനും നിൻ്റെ ഭർത്താവല്ല. നോക്കണേ, വളരെ കൃത്യമായിട്ട് കർത്താവ് പ്രവചിക്കുകയാണ്. അവളുടെ ജീവിതം വഴിവിട്ട ജീവിതമായിരുന്നു. വീണ്ടും അവൾ വഴിവെറ്റി പോവുകയാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് അന്തിച്ചു, അയ്യോ നിൽക്കുന്ന ആരാണ്? ദർശനമുള്ള ആളാണ്, പ്രവാചകനാണ്. ഉടനെ അവൾ വിഷയം മാറ്റുകയാണ്. എവിടെ ആരാധന നടത്തേണ്ടത്? ഞങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ ഇവിടെയുള്ളവരൊക്കെ പറയുകയാണ്, ഞങ്ങളിവിടെ ഗരീസി മലമുകളിൽ ആരാധന നടത്തേണ്ടത്. അതാണല്ലോ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കേണ്ടതാണ്. അത് അനുഗ്രഹത്തിൻ്റെ മലയല്ലേ, അതുകൊണ്ട് ഏബാൽ മലയല്ലല്ലോ, ഗരീസി മലയല്ലേ, ഇവിടെ ആരാധന നടത്തേണ്ടത്. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ എന്താ? ജെറുസലേമില്ല. കർത്താവ് എന്നാ പറയുന്നു? എൻ്റെ മകളെ, ആ മലയിൽ ഈ മലയിലൊന്നും ആരാധന നടത്തേണ്ടത്, സത്യത്തിലും അരൂപിയിലും ആരാധന നടത്തേണ്ടതെന്ന് കർത്താവ് മറുപടി പറയുക. അങ്ങനെ വളരെ കൃത്യമായി പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഞങ്ങൾക്ക് മിശിഹ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഉടനെ തന്നെ മറുപടി, ആ മനുഷ്യൻ തന്നെയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ആ മനുഷ്യൻ തന്നെയാണ് ഈ നിൽക്കുന്ന ഞാനെന്ന് പറഞ്ഞപ്പോൾ ഇടിവെട്ടുന്ന പോലെ ആ വചന ഹൃദയത്തിലേക്ക് അതിശക്തമായി പ്രവേശിച്ചു. ഉത്ഥാന സമയത്ത് ഭൂമി പിളർന്ന പോലെ അവരുടെ ഹൃദയം പിളർന്നു. ഭയങ്കരമായി അവളുടെ ആത്മാവിലേക്ക് കടന്നു ചെന്നിട്ട് നിൽക്കപ്പുറത്തില്ല, പെട്ടെന്ന് കുടം താഴ്ത്തി ഒറ്റ ഓട്ടോടി വില്ലേജ് ചെന്ന ആൾക്കാർ വിളിക്കണം. ബാക്കി കാര്യം നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ നിൽക്കേണ്ട സാരാംശം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് അവബോധം ഉണ്ടായാൽ മതി. നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് സമീപത്ത് വന്ന് ഇരിപ്പുണ്ട്. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. കിണറ്റിൽ വന്ന് ഇരിക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന സമീപത്തിൽ നമ്മുടെ ദൗത്യത്തിൻ്റെ രംഗവുമാണ് ഈ കിണറെന്ന് പറയുന്നു. അവിടെ വന്ന് ഇരിപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ മതി, കണ്ടുമുട്ടാൻ പറ്റും. കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു വളർച്ചയുണ്ട്. ആ വളർച്ച പടിപടിയായിട്ട് പോകുന്ന ആ വളർച്ച അവസാനം ആ ജീവിതം അവിടെ ലയിക്കുന്നത് വരെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ മനോഹരമായ ഭാഗം, ദീർഘമായ ഭാഗമാണ്, നമ്മളെല്ലാം പരിചയമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. എന്തും പെട്ടെന്ന് തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. യോഹന്നാൻ 4:1-26 വരെ വാക്യം നോക്കാം. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരെ അല്ലാതെ ഈശോ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. അവന് യൂദയ വിട്ട് വീണ്ടും ഗലീലായിലേക്ക് പുറപ്പെട്ടു. അവൻ സമറിയായിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യൂദയ വിട്ട് ഗലീലയിലേക്ക് വീണ്ടും വരണം, സമറിയായിലൂടെ പോകണം. സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബിൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ് ക്ഷീണിതനായ യേശു അവിടെ ആ കിണറ്റരിയിൽ പോയി ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിയായി. എത്ര കൃത്യമായിട്ട് വിവരണം നോക്കിയേ. ആ വിവരണം കൊണ്ടുവരുന്നത് മുഴുവൻ ഈ ഒറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാനാണ്. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെയാകുന്നു മിശിഹ എന്ന് പറയുന്ന ആ വലിയ വെളിപാടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഈ വിവരണം മുഴുവൻ. ആ സമയത്ത് ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരെല്ലാം ഭക്ഷണ സാധനം വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരി എന്നോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നത് എന്ത്? യഹൂദൻ സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലല്ലോ. അത് പണ്ടല്ല ചരിത്രം നമ്മൾ പറഞ്ഞല്ലേ, സമ്പർക്കമൊന്നും ഇല്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ചോദിക്കണം ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ. അതാണ് പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്ന സംഗതിയാണ്. നമ്മുടെ സമീപത്തിരിക്കുന്ന യേശു അന്ന് അറിയുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ യേശു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ എന്തെല്ലാം തരത്തിൽ നിങ്ങളെ അടുത്ത് പോകും. ഞാൻ നഗ്നനായി വന്നു, വിശക്കുന്നതിനകത്ത് പാർപ്പിടമില്ലാത്തവനായിരുന്നു, ഞാൻ പട്ടിണിക്കായിട്ട് കൊടുത്തു, എന്തെല്ലാം തരത്തിൽ വന്നു, നീ എന്നെ വന്ന് കണ്ടോ? ആ തിരിച്ചറിവാം,
എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരും. ജീവജലമാണ് പ്രധാനപ്പെട്ട സംഗതി. ജീവൻ്റെ ജലം പറഞ്ഞ പരിശുദ്ധാത്മാവാണ്. ദൈവാത്മാവിനെ കിട്ടുമായിരുന്നുവെന്ന് അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറും ആഴമുള്ളതും, പിന്നെ നിനക്ക് ഈ ജീവജലം എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അപ്പം യാക്കോബ് കല്ലുരുട്ടി മാറ്റിയ കാര്യം കണ്ടിട്ട് നമ്മൾ വരുന്നത്. ആ കിണറാണിത്. അതിനൊക്കെ വലിയവനാണോ നീ? അപ്പോൾ അവരും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറിൽ നിന്നാണ് കുടിച്ചിരുന്നത്. സത്യമല്ലേ അത്? അപ്പോൾ അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെന്നും വീണ്ടും ദാഹിക്കുക, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്ന പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ അറിയാം എന്താണ് ആ വെള്ളം? ആ വെള്ളം പരിശുദ്ധാത്മാവാണ്. പൂർവീകർ പോയ അവസരം പാറ പൊട്ടിച്ച് ജലം നൽകിയെന്ന് പറയുന്നത് എന്താണ്? ദൈവാത്മാവിനെ നൽകിയ ആ പാറയാണ്, അത് ഈശോ തന്നെയാണ്. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞ് പാറയുടെ അടുത്തേക്ക് സമീപിക്കാൻ ആളുകളെ കൊണ്ടുപോകാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യത്തിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് മാറും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ഇവിടെ ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കുറേ ഇവിടെ വരികയും വേണ്ടല്ലോ എന്നവൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. അപ്പോൾ എനിക്ക് ഭർത്താവില്ല. ആശ്രയമരോട് പറഞ്ഞു, അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവരും നിൻ്റെ ഭർത്താവല്ല. നീ പറയുന്നത് സത്യമാണ്. ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശും. അങ്ങോട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ കർത്താവിന് മുമ്പിൽ ഒരു വകയും നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. തുറന്ന് കിടക്കുന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. നമ്മൾ എന്ത് പുറംപൂച്ചായാലും ശരി, കർത്താവ് തകർത്ത് കളയും. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഈ കട്ടിയായ തകർത്ത കരിമ്പാറ പൊട്ടിച്ചിട്ട് അകത്ത് കയറുന്ന ഈശോയെ പ്രവേശിക്കാൻ പറ്റുന്ന രീതി നമ്മൾ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് നല്ലത്. അതുകൊണ്ട് നിനക്ക് ഭർത്താവില്ല എന്ന് പറയുന്നത് അവൾക്ക് വാസ്തവം പറഞ്ഞ് അവൾ മറച്ചു വെച്ചിരുന്നത് മുഴുവൻ. അപ്പോൾ ഈശോയോട് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു. ഞങ്ങൾ പിതാക്കന്മാർ ഈ മലയിൽ ആരാധനയ്ക്ക് നടത്തിയെന്ന യഥാർത്ഥമായ ആരാധന അത് ജെറുസലേമിലാണ് നിങ്ങൾ പറഞ്ഞു. ഈശോ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ അല്ല നിങ്ങൾ പിതാവിനെ ആരാധിക്കണം എന്ന് പറയുന്ന സമയം വരും. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നാൽ രക്ഷ യഹൂദനിൽ നിന്നാണല്ലോ. രക്ഷാകര പദ്ധതി അങ്ങനെയാണ്. രക്ഷ യഹൂദനിൽ നിന്നാണല്ലോ. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. ചരിത്രത്തിൽ യഹൂദന് റോളുണ്ട്. നമ്മൾ ഒരിക്കലും അത് അംഗീകരിച്ചില്ലെങ്കിൽ അത് സത്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. കാര്യകാലത്ത് കൈശ്വമിശയായ കുറിച്ച് എന്നൊക്കെ പറയുന്നത് തന്നെ അതിന് മാത്രം ശിക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തില്ല 2000 വർഷത്തോളം. പക്ഷേ റോളുണ്ട്. അവരുടെ റോള് എപ്പോഴും നിലനിൽക്കുന്ന രക്ഷ യഹൂദനിൽ നിന്ന് തന്നെയാണ്. ഈശോ ഒരു യഹൂദനായതിന് അതുകൊണ്ടല്ലേ നമ്മുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, ആകാശത്തിന് കീഴെ മറ്റൊരുവരിൽ രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യൻ്റെ ഇടയിൽ യേശു നാമമല്ല മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാര്യം എന്താ? അത് ഈശോയോടെ മാത്രമേ രക്ഷയുള്ളൂ. യഹൂദനിൽ നിന്നാണ് രക്ഷ കടന്നു വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാധന ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മുടെ ദൈവമേ ഒരു വിഗ്രഹമൊന്നുമല്ല, ഒരു മൂർത്തിയല്ല. നമ്മുടെ ദൈവം ആത്മാവാണ് എന്ന് പറയുക കടന്നു വരുന്നയാളാണ്, നമ്മളെ ജീവിപ്പിക്കുന്നയാളാണ്, ശക്തി പകരുന്നയാളാണ്, ജീവൻ പകരുന്നയാളാണ്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ഈശോയോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. സഹോദരങ്ങളെ, ഇത് വ്യാഖ്യാനം ആവശ്യമില്ലാതെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പുതിയ ചിന്തകൾ ഉടലെടുക്കും. നമ്മുടെ ധ്യാനത്തിന് നമ്മുടെ വ്യക്തിപരമായ ആ അടുപ്പമാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, വളരെ ആ സങ്കരവർക്കവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാവിൻ്റെ ദാഹമല്ലേ കർത്താവ് അവതരിപ്പിച്ച്, ആ ദാഹം ഇവിടെ സമർപ്പിച്ച് കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞില്ലേ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയും. ഈ ദാഹം എവിടെ വരെ നിൽക്കും? ആ മനുഷ്യ മക്കളെല്ലാവരും കർത്താവ് എത്തുന്നവരെ കർത്താവ് ദാഹം തുറന്നുകൊണ്ടിരിക്കും. ദാഹം തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇന്നും. അപ്പോൾ അതിനു മുമ്പിൽ ആ ദാഹം ശമിപ്പിക്കാൻ ചുമതലയാണ് നമ്മുടേതാണ്. ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്ന് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ആത്മാവിൻ്റെ ദാഹത്തെക്കുറിച്ചുള്ള അവബോധം നമുക്ക് വേണം. ലോകസുഖങ്ങളും മറ്റു സൗകര്യങ്ങളും ഒന്നും മനുഷ്യൻ്റെ ഈ ദാഹം ശമിപ്പിക്കില്ല. എന്തുമാത്രം വലിയ സമ്പന്നരായ ആൾക്കാർ അവസാനം നിരാശരായിട്ട് തീർന്നു. വലിയ സമ്പത്തെല്ലാം കണ്ട് അവസാനം ആ സമ്പത്ത് കണ്ട് നമ്മളെ പല്ലിളിച്ച് കാണിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ലേ? സമ്പത്തല്ല നമുക്ക് ആത്മാസമാധാനം നൽകുന്നത്. ഈശോയുടെ ദാഹം അത് ദൈവാത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയവനായാലും ശരി ചെറിയവനായാലും ശരി ജീവജലത്തിൻ്റെ രാജാവ് കർത്താവാണ്. അവിടുന്ന് ഒരു പ്രവാചകനാണ്, അത് മിശിഹായാണ്. 3 ഘട്ടങ്ങളിലൂടെ ആ പെണ്ണിൻ്റെ സംസാര വിഷയം കടന്നു പോവുകയാണ്. അവൾ പടിപടിയായിട്ട് കർത്താവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുന്ന കാണാം.
ഈശ്വര യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് കടന്നു വന്നു. പ്രവാചകനാണെന്ന് ആദ്യം തിരിച്ചറിയും. രണ്ടാമത് ശേഷം അവൾക്ക് വന്ന് ജീവജലത്തിൻ്റെ രാജാവാണെന്ന് തിരിച്ചറിയും. അവസാനം വന്നത് ഇതാ മിശിഹായാണെന്ന്. ജീവജലത്തിൻ്റെ രാജാവാണ്. ജീവജലം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വചനമാണ് നമ്മെ സംബന്ധിച്ച ആ ജലം. ആ ജലം എന്ന് പറയുന്നത് ദൈവവചനമാണ്. അപ്പോൾ ആ വചനമാകുന്ന ജലമാണ് നമ്മൾ പാനം ചെയ്യുന്നതും ആ പാനം ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നിത്യജീവനാണ് അത് ഈശോ മിശിഹായാണ്. അപ്പോൾ സൗജന്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതിലെ കർത്താവ് എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന യോഹന്നാൻ്റെ അധ്യായം സുവിശേഷം 5-ാം അധ്യായത്തിൽ 24 പറയുന്നു. അതായത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യും നിത്യജീവനുണ്ട്. അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പോലും തോറ അത് ജലം തോറാനെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നു. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പോലും. അപ്പോൾ വചനത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത് വചനത്തിൻ്റെ പ്രതീകമാണ്. അതുപോലെ ജ്ഞാനം എന്ന് പറയുന്നത് അത് ജലമായിട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കണ്ട് ജ്ഞാനത്തെ സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ ജ്ഞാനത്തെ ജീവജലമായിട്ട് കരുതിയിരുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോഴും രക്ഷ പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ വചനം അത് ദാനങ്ങൾ ആത്മാവിൻ്റെ ദാനങ്ങളൊക്കെ പറയുന്നത് കർത്താവ് ഉദ്ദേശിക്കുന്നത് നിത്യതയിലേക്ക് നിർഗളിക്കുന്ന ജീവൻ്റെ ജലം ഞാൻ പ്രദാനം ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു. ആ ജീവജലം പരിശുദ്ധാത്മ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വ്യക്തികളെ തിരഞ്ഞെടുത്ത് ആത്മാവിന് നൽകിയിട്ടാണ് രക്ഷ നൽകിയത്. ഉദാഹരണം സാംസൺ ആത്മാവിന് നൽകി അവൻ ശക്തിയാണ്. പക്ഷേ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞവൻ പരാജയപ്പെട്ടു, ആത്മഹത്യയിലേക്ക് പോയില്ലേ. അതുപോലെ ഓരോരുത്തരും സംബന്ധിച്ച് ആലോചിച്ചത് യാന്ത്രികമാണ് ഈ ദാഹം എന്ന് പറയും. അവിടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തനമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാപാവസ്ഥയിൽ തിരിച്ചു വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്, മിശിഹായിലേക്കാണ്. ഞാൻ തന്നെ എന്ന് മോശയോടെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. നിൻ്റെ നിൽക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അപ്പോൾ മോശയോട് അരുളിച്ചത് അതേ ദൈവം തന്നെയാണിത്, നിന്നെ നിൽക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അപ്പോൾ ആരാധനയുടെ സ്വഭാവമാണ്, സ്ഥലമല്ല പ്രധാനപ്പെട്ടത്, ആരാധനയുടെ സ്വഭാവമാണ് പ്രധാനപ്പെട്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ പങ്കുചേരലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം ആക്കാണ്ടത് ആത്മാവിൻ്റെ ദാഹം എല്ലാവർക്കും ഉള്ളതാണ്. അത് ശമിക്കാൻ വേണ്ടി വേറെ വഴികളൊന്നുമില്ല, ഈശോ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ദൈവമക്കളാകുന്ന അവകാശം നൽകപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഈശോയുടെ മക്കളാകാൻ. അപ്പോൾ അതുകൊണ്ട് ഈശോയെ കണ്ടുമുട്ടുക. മതപരിവർത്തനം പറയുന്ന ആളുകൾക്ക് മനസ്സിലാകില്ല. നമ്മളിന്ന് മതത്തിൽ ആളെ ചേർക്കാൻ പോകില്ല. അതൊക്കെ എന്നെ കേൾക്കുന്ന ആൾക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയോ, ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു മതപരിവർത്തനവുമല്ല, അത് രക്ഷയുടെ സന്ദേശമാണ്, അതൊരു വ്യക്തിബന്ധമാണ്. അവിടെ ആരെല്ലാം എവിടെല്ലാം തടഞ്ഞാലും ശരി യേശു 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 എന്ന് പറഞ്ഞുകൊണ്ട് ജനസംഖ്യ അങ്ങോട്ട് പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നത്. എന്തെല്ലാം പണി കഴിച്ച് എന്തെല്ലാം വയറിലെന്തെത്തി പീഡനങ്ങൾ നടത്തിയാലും ശരി, ഏതെല്ലാം മതപരിവർത്തന നിരോധന നിയമം ഉണ്ടായിക്കണം ആരെ പിടിച്ചു കെട്ടാൻ നോക്കിയാലും ശരി, യേശുവിൻ്റെ പുറകെ ആളുകൾ എണ്ണം വർദ്ധിക്കുന്നല്ല, കുറഞ്ഞിട്ടില്ല, നിരന്തരമായി. അപ്പം അതുകൊണ്ട് നിരന്തരമായ ഒരു സത്യം മനസ്സിലാക്കണം, ഇത് മതപരിവർത്തന പരിപാടിയല്ല, ഇത് ആത്മരക്ഷയുടെ വഴിയാണ്. അതുകൊണ്ട് ജീവൻ ജലം സ്വീകരിക്കാനായിട്ട് അതുകൊണ്ട് ദൈവം ആണ് അതിൻ്റെ ഉറവിടം, അവിടുന്ന് സ്വന്തമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സമർപ്പണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. അത് ത്രിത്വയ ജീവിതത്തെ വഴിയാണ്. അതുകൊണ്ട് പൗലോസ് അവസാനം പറഞ്ഞ് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് 2 കൊറിന്ത്യൻ 2-ാം കൊറിന്ത്യൻ്റെ 13-ാം അധ്യായം 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സമാപ്തിയാണ്. അപ്പോൾ അത് നമ്മളിവിടെ സമാപിപ്പിക്കുകയാണ്. ഇതാണെന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട സന്ദേശം. ഇന്നത്തെ സന്ദേശം ധനകാലത്ത് ഈശോ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നു. എങ്ങനെ വെളിപ്പെടുന്നു? നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെയാണ് നിൻ്റെ മിശിഹ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.